നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒട്ടും പ്രതീക്ഷിച്ചില്ല, ശശി തരൂർ കോൺഗ്രസിനെ രക്ഷിച്ചു. ഞെട്ടലോടെ BJP, ആശ്വാസത്തോടെ അണികൾ. ശശി തരൂർ വേറെ ലെവലാണെന്ന് എല്ലാവർക്കും അറിയാം. സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങാതെ ശശി തരൂർ കോൺഗ്രസിനെ രക്ഷിച്ചു. അവാർഡ് വാങ്ങാൻ ശശി തരൂർ എത്തിയതുമില്ല. തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികളിൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയ M ജയചന്ദ്രൻ മാത്രമാണ്. എന്തായാലും ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയെ രക്ഷിച്ചെന്ന് പറയാം. ശശി തരൂർ സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയെങ്കിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലെ ആയേനെ. അവസാനം ശശി തരൂരിനെതിരെ എന്തെങ്കിലും നടപടിയും സ്വീകരിക്കേണ്ടി വന്നേനെ. അതോടെ ശശി തരൂർ കോൺഗ്രസിൽ നിന്നും അകന്നേനെ. എന്നാൽ ശശി തരൂർ തന്നെ പ്രശ്നം അങ്ങ് പരിഹരിച്ചു. HRDS ഇന്ത്യയുടെ സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങാൻ തെരഞ്ഞെടുക്കപ്പെട്ട മലയാളികളിൽ എത്തിയത് M ജയചന്ദ്രൻ മാത്രമാണ്. ശശി തരൂർ, V മുരളീധരൻ, റിട്ടയർഡ് DGP ജേക്കബ് തോമസ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായ മറ്റു മലയാളികൾ. എന്നാൽ ഇവർ ആരും പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയില്ല. പുരസ്കാരങ്ങൾ വിതരണം ചെയ്യേണ്ടിയിരുന്ന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ചടങ്ങിൽ പങ്കെടുത്തില്ല. ദില്ലിയിലാണ് അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത്. ശശി തരൂർ MPക്ക് സവർക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചതിനെ ചൊല്ലി വിവാദം ഉയർന്നിരുന്നു. സവർക്കറുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് HRDS ഇന്ത്യ എന്ന സംഘടന മറ്റു പലർക്കുമൊപ്പം ശശി തരൂരിനെയും തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിലെ നയതന്ത്ര യാത്രയിൽ അടക്കം പരിഗണിച്ചാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതെന്നാണ് സംഘടന വ്യക്തമാക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു പുരസ്കാരത്തെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് താൻ അറിഞ്ഞത് എന്നാണ് തരൂർ പറയുന്നത്. അവാർഡിന്റെ സ്വഭാവം എന്തെന്നോ തരുന്ന സംഘടന ഏതെന്നോ അറിവില്ലാത്തതിനാൽ ഈ അവാർഡ് വാങ്ങുമോ എന്ന ചോദ്യം ഉദിക്കുന്നില്ല എന്നും തരൂർ Xൽ കുറിച്ചിരുന്നു. എന്നാൽ ഒരു മാസം മുൻപ് തരൂരിനെ നേരിട്ട് കണ്ട് ക്ഷണിച്ചതാണെന്നും അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങാമെന്ന് സമ്മതിച്ചതാണ് എന്നും HRDS പ്രതികരിച്ചു. ദില്ലിയിലെ വസതിയിലെത്തിയതാണ് വിളിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകുമെന്നും തരൂരിനെ ആക്രമിക്കാൻ ഇല്ലെന്നും HRDS ഇന്ത്യ സെക്രട്ടറി അജി കൃഷ്ണൻ പറഞ്ഞു. അതേസമയം കോൺഗ്രസ് MP ശശി തരൂരിന് വീർ സവർക്കർ പുരസ്കാരം നൽകുന്നത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമലയിൽ എത്തിയ VD സതീശൻ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് ശശി തരൂരിന്റെ സവർക്കർ പുരസ്കാര വിവാദത്തിലും പ്രതികരണം തേടിയത്. ചോദ്യത്തിൽ പ്രതികരിക്കാതെ കൈകൂപ്പി തൊഴുത് ഒന്നും പറയാനില്ല എന്ന രീതിയിൽ VD സതീശൻ പോവുകയായിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും അടൂർ പ്രകാശ് വിവാദത്തിലും VD സതീശൻ മറുപടി നൽകിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും നിലപാടിൽ മാറ്റമില്ലെന്നും VD സതീശൻ പറഞ്ഞു. രാഹുലിനെതിരായ നടപടി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് രാഹുൽ വോട്ട് ചെയ്യാൻ വരുമോ എന്ന് അറിയില്ല. ദിലീപിനെ പിന്തുണച്ചതുകൊണ്ടുള്ള അടൂർ പ്രകാശിന്റെ പരാമർശം അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ചെറിയ സ്ലിപ്പ് മാത്രമാണെന്നും പിന്നീട് അദ്ദേഹം തന്റെ നിലപാട് തിരുത്തിയെന്നും VD സതീശൻ പറഞ്ഞു. താനും KPCC അധ്യക്ഷനും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. കോൺഗ്രസും UDFും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യണം. അറസ്റ്റിലായവരുടെ സാമ്പത്തിക സ്ഥിതിയും അന്വേഷണം. സ്വർണ്ണക്കൊള്ളയിൽ നിലവിൽ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ ലോകം അമ്പരം നിൽക്കുകയാണ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിലടക്കം മുഖ്യമന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങളിൽ തുറന്ന സംവാദത്തിന് തയ്യാറാണ്. മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങളിൽ നിരവധി തെറ്റായ കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ എട്ടുകാര്യം അമ്മൂഞ്ഞ് ചമയുകയാണിപ്പോൾ. തെരഞ്ഞെടുപ്പ് കഴിയും വരെ മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ സർക്കാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. ശബരിമലയിലെ സ്വർണം കോടീശ്വരന് വിറ്റുവെന്ന് ആദ്യം പറഞ്ഞത് താനാണ്. ശബരിമല സ്വർണത്തിന് തൂക്കത്തേക്കാൾ മൂല്യമുള്ളതാണെന്നും VD സതീശൻ പറഞ്ഞു. അവാർഡ് ദാനത്തിൽ തരൂർ എത്തുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ദില്ലിയിൽ അവാർഡിന്റെ സംഘാടകർ HRDS പ്രതികരിച്ചത്. എന്നാൽ അവസാന നിമിഷം തരൂര് വരില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നാണ് തരൂരിന്റെ ഓഫീസ് അറിയിച്ചത്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി കൊൽക്കത്തയിലേക്ക് പോകുമെന്നും ഓഫീസ് വ്യക്തമാക്കി. ഇന്നലെ ദില്ലിയിൽ വെച്ച് സമ്മാനിക്കുന്ന വീർ സവർക്കർ അവാർഡിന് തന്നെ തെരഞ്ഞെടുത്ത കാര്യം മാധ്യമങ്ങളിൽ നിന്നാണ് താൻ അറിഞ്ഞത് എന്നും ഇതേക്കുറിച്ച് തനിക്ക് അറിവില്ല എന്നും തനിക്ക് സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് ശശി തരൂർ വ്യക്തമാക്കിയത്. അവാർഡിന്റെ സ്വഭാവവും എന്തെന്നോ ഏത് സംഘടനയാണ് ഇത് സമ്മാനിക്കുന്നതെന്നോ മറ്റനുബന്ധ വിവരങ്ങളൊന്നും സംബന്ധിച്ച ഒരു വ്യക്തതയും ഇല്ല. അതിന്റെ സാഹചര്യത്തിലാണ് അവാർഡ് വാങ്ങാൻ പോകാത്തതെന്ന് തരൂർ വ്യക്തമാക്കി.